തആല വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എന്നെ ശ്രവിക്കുന്ന മറ്റു ശ്രോതാക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാം ജന്മദിനത്തോടനുബന്ധിച്ച് MIM മദ്രസയിൽ സംഘടിപ്പിക്കപ്പെട്ട മുസബഖ 2025 എന്ന ഇസ്ലാമിക കലാമേളയിൽ വിരൽ തുമ്പിലെ വിഷം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഒരു മനുഷ്യൻ ബന്ധപ്പെടുന്ന മുഴുവൻ വിഷയങ്ങളും വിരൽ തുമ്പിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട ഈ വർത്തമാനകാലത്ത് ഈ സൈബർ ലോകം വരുത്തി വെക്കുന്ന അപകടങ്ങളെ കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടതുണ്ട്. അറിവുകൾ സ്വായത്തമാക്കാനും ബിസിനസ് ചെയ്യാനും നാം ഉപയോഗിക്കുന്ന ആപ്പുകളിലൂടെയുള്ള രഹസ്യവും പരസ്യവുമായ കമ്മ്യൂണിക്കേഷനുകൾക്കും സാർവത്രികമായി നാം അവലംബിക്കുന്ന മൊബൈലുകളോ കമ്പ്യൂട്ടറുകളോ മാറ്റിവെക്കുക എന്നത് നമുക്ക് അസാധ്യമാണ്. പക്ഷേ അതിന് മറവിൽ നടക്കുന്ന നെറികേടുകൾ നാം അറിയാതെ പോകരുത്, കൊലച്ചതികൾ നാം ശ്രദ്ധിക്കാതെ പോകരുത്. പ്രിയമുള്ളവരെ, വ്യാജവാർത്തകളുടെയും തെറ്റിദ്ധാരണകളുടെയും അതിവേഗതയിലുള്ള പ്രചരണം എത്രമേൽ പ്രത്യാഘാതങ്ങളാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഫോർവേഡ് ചെയ്യുന്ന ചില ഒറ്റപ്പെട്ട മെസ്സേജുകൾ നിമിഷങ്ങൾ കൊണ്ടാണ് ലക്ഷങ്ങൾ അറിയുന്നത്. വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ശിഥിലമാക്കാൻ, കുടുംബ ബന്ധങ്ങൾ തകരാൻ, രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ ഉടലെടുക്കാൻ, രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾ സംഭവിക്കാൻ, മറ്റു സാമൂഹിക പ്രശ്നങ്ങളെ ആളിക്കത്തിക്കാൻ ഇത്തരം വ്യാജ വാർത്തകൾ കാരണമാകാറുണ്ട്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഏതെങ്കിലും ഒരു ദുർഘട നിമിഷത്തിൽ ഒരു ദുഷിച്ച പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തു പോയാൽ അവന്റെ അഭിരുചികൾ അത്തരം സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ രേഖപ്പെടുത്തുകയും അതിനേക്കാൾ അപകടകരമായ വീഡിയോസിലേക്ക് അവനെ തളിച്ചിടുകയുമാണ് ചെയ്യുന്നത്. വളർന്നു വരുന്ന എത്ര തലമുറകളാണ് ഇത്തരം വഞ്ചനയിലകപ്പെട്ട് ദുർമാർഗികളായി മാറുന്നത്. വ്യാജ ഐഡികളും വ്യാജ പ്രൊഫൈലുകളും നിർമ്മിച്ച് ഉന്നതരെയും സ്വന്തം സുഹൃത്തുക്കളെയും വ്യക്തിഗതം ചെയ്യപ്പെടുന്നു. മറ്റുള്ളവരുടെ ഫോട്ടോസും വീഡിയോസും എഡിറ്റ് ചെയ്ത് എത്ര പ്രശസ്തരാണ് ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുന്നത്. ഇത്തരം സൈബർ ബുള്ളിങ്ങിനിരയായി വിഷാദ രോഗത്തിനകപ്പെട്ട് സാമൂഹിക ഭയം പോലുള്ള രോഗങ്ങളിൽപ്പെട്ട് എത്ര ആത്മഹത്യകളാണ് ഇന്ന് ഈ ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മാത്രമല്ല, മെഗാ സാമ്പത്തിക തട്ടിപ്പുകൾ പോലും ഈ സൈബർ സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഡേറ്റിംഗ് ആപ്പുകളിലൂടെയും മറ്റുള്ളവന്റെ വൻ സാമ്പത്തിക സ്രോതസ്സുകൾ തട്ടിയെടുക്കുന്നതും ഇത്തരം വിരൽ തുമ്പിലൂടെയാണ്. കച്ചവടം ചെയ്തും തൊഴിലെടുത്തും തന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി സ്വരൂപിച്ചു വെച്ച പണം പോലും അവരുടെ അക്കൗണ്ടുകളിൽ കയറി വിഡ്രോ ചെയ്ത് തട്ടിയെടുക്കുന്ന വൻ ഡിജിറ്റൽ ക്രൈമുകൾ ഇന്ന് ഈ ലോകത്ത് നടമാടുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങളെ കണ്ടുപിടിക്കാനോ കുറ്റവാളികളെ പിടികൂടാനോ ഈ രാജ്യത്ത് സംവിധാനമില്ല എന്നതാണ് ഇതിലെ വിചിത്രമായ സത്യം. ഇത്തരം ആപ്പുകൾ നിർമ്മിക്കുന്ന